ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. DIY നാച്ചുറലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ആൻറ്റി ഏജിങ്, അതേപോലെ തന്നെ ചർമ്മത്തിന് നിറം വർദ്ധിക്കാനും നല്ല ഗ്ലോയിങ് കിട്ടാനായിട്ടും സഹായിക്കുന്ന ഒരു ഫേസ് പാക്കുമായിട്ടാണ്. ഒരുപാട് പേരുടെ പ്രശ്നമാണ് നമ്മുടെ ചർമ്മത്തിന് ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് പ്രായം തോന്നിക്കുക, പെട്ടെന്ന് മുഖത്ത് റിങ്കിൾസും അതേപോലെ തന്നെ ഫൈൻ ലൈൻസ്, പിഗ്മെൻറ്റേഷനും ഒക്കെ വരിക എന്നുള്ളത്. മുഖത്തെ സ്കിന്നൊക്കെ തൂങ്ങിയിരിക്കുക എന്നുള്ളതൊക്കെ ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ്. അതേപോലെ തന്നെ ആരായാലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഉള്ള പ്രായത്തിനേക്കാൾ കൂടുതലായിട്ട് പ്രായം തോന്നിക്കരുത് എന്നുള്ളത്. അതായത് നമ്മുടെ വയസ്സിനേക്കാൾ കൂടുതലായിട്ട് ഒരിക്കലും പ്രായം തോന്നിക്കരുത് എന്നുള്ള കാര്യം. പ്രായം എത്രയായാലും നല്ല ചെറുപ്പമായിരിക്കുന്നല്ലോ, എന്നാണ് ഇതിൻ്റെ സീക്രട്ട് എന്നൊക്കെ കേൾക്കാനാണ് നമ്മളെല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. സ്കിൻ നല്ല പോലെ തന്നെ നിറം വയ്ക്കാനും ഫൈൻ ലൈൻസ് റിങ്കിൾസും ഒക്കെ മാറാനും മുഖം നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് കൂടിയാണിത്. അപ്പോൾ ഈ ഒരു ബ്രൈറ്റ്നിങ് ആൻറ്റി ഏജിങ് ഫേസ് പാക്കിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. സോ വീഡിയോസ് എല്ലാം തന്നെ മിസ്സാവാതെ കാണാനും പറ്റും. ഈ ഒരു ഫേസ് പാക്കിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങിൽ ധാരാളം ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള കറുത്ത പാടുകളും പിഗ്മെൻറ്റേഷനും ഒക്കെ എളുപ്പം തന്നെ മാറിക്കിട്ടും. സ്കിൻ നല്ല പോലെ തന്നെ നിറം വയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഉരുളക്കിഴങ്ങ്. ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പകുതി ഉരുളക്കിഴങ്ങ് മതി. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതി എടുക്കുക. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. പിന്നെ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം, ഒരു 1-2 ടീസ്പൂൺ വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് അത് അരച്ചെടുക്കാം. ഇങ്ങനെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ പേസ്റ്റാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ വളരെ കുറച്ച് മതി. പിന്നെ ആവശ്യമായിട്ടുള്ളത് ഓറഞ്ച് പീൽ പൗഡറാണ്. അത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതോ നമുക്ക് ഉപയോഗിക്കാം. ഓറഞ്ച് പീൽ പൗഡർ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫേഷ്യൽ പൗഡറാണ്. നമ്മുടെ മുഖത്തിൻ്റെ പ്രായം കുറയ്ക്കാൻ വേണ്ടിയിട്ടും മുഖത്തെ ഓപ്പൺ പോഴ്സിൻ്റെ ആ സൈസൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നിറം വയ്ക്കാനും ഒക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഓറഞ്ച് പീൽ പൗഡർ. ഇനി ഓറഞ്ച് പീൽ പൗഡർ ഇല്ലാത്തവർക്ക് മുൾട്ടാണി മിട്ടി യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കടലമാവ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിനായിട്ട് നമ്മളിവിടെ എടുക്കുന്നത് റോസ് വാട്ടറാണ്. ഇനി നിങ്ങളുടേത് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ റോസ് വാട്ടറിന് പകരമായിട്ട് തേനോ അല്ലെങ്കിൽ പാലോ ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ക്ലീൻ ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ പേസ്റ്റ് അതൊരു 2 ടീസ്പൂൺ എടുക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ളത് 1 സ്പൂണോളം ഓറഞ്ച് പീൽ പൗഡറാണ്. പിന്നെ ഇത് മിക്സ് ചെയ്ത് കിട്ടാൻ ആവശ്യത്തിന് റോസ് വാട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടേത് ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ റോസ് വാട്ടറാണ് ഏറ്റവും നല്ലത്. ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ തേനോ അല്ലെങ്കിൽ പാലോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നിങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 15 മിനിറ്റ് വരെ അത് അങ്ങനെ തന്നെ വെക്കുക. ഒരു പാക്ക് ഈ 3 ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു 15 മിനിറ്റ് നേരം അത് വയ്ക്കുന്നത്. 15 മിനിറ്റിന് ശേഷം നിങ്ങൾക്കിത് മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് മുഖം ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം ഇത് അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു മസാജും കൂടി കൊടുക്കുക മുഖത്ത്. അതിനുശേഷം 15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. 15 മിനിറ്റിന് ശേഷം ഇതൊരു സെമി ഡ്രൈ ആയിട്ട് വരും. അതിനുശേഷം നിങ്ങൾക്കിത് കഴുകിക്കളയാം. തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുന്നതാണ് കൂടുതലായിട്ട് നല്ലത്. ഈ ഒരു ഫേസ് പാക്ക് ആഴ്ചയിൽ 3 ദിവസം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരാഴ്ച യൂസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല വ്യത്യാസം തന്നെ കിട്ടുന്നതാണ്. നിങ്ങളുടെ മുഖത്തുള്ള എല്ലാ സൗന്ദര്യ പ്രശ്നങ്ങളും തന്നെ മാറിക്കിട്ടും. ഞാൻ ഇന്നതെന്ന് എടുത്ത് പറയുന്നില്ല. നമ്മുടെ മുഖത്തുള്ള എല്ലാ സൗന്ദര്യ പ്രശ്നങ്ങൾക്കും ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളും മാറിക്കിട്ടാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണിത്. നമ്മുടെ മുഖത്തുള്ള റിങ്കിൾസ് ഫൈൻ ലൈൻസ് ഒക്കെ മാറിയിട്ട് നല്ലൊരു ഗ്ലോയിങ് സ്കിന്നായിട്ട് വരാനും മുഖത്തിൻ്റെ പ്രായം കുറച്ചിട്ട് യങ് ആക്കാനും ഈ ഒരു ഫേസ് പാക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഏതൊരു ഫേസ് പാക്കും യൂസ് ചെയ്യുമ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക.
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്